വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാനിപ്പോൾ എപ്പോഴും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെന്നൊക്കെ അല്ലേ കാണിക്കും. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെന്നൊന്നും ഞാൻ എടുത്തില്ല. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞ് ലഞ്ച് ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഇപ്പോൾ ലഞ്ച് ഉണ്ടാക്കുന്നത് സിമ്പിളായിട്ട് നമുക്കൊരു മോര് കൂട്ടാൻ ഉണ്ടാക്കാം. അപ്പോൾ തേങ്ങ നരയ്ക്കാതെ സിമ്പിളായിട്ട് ഒന്ന് കുമ്പളങ്ങ ഇട്ടിട്ട് ഒരു കൂട്ടാൻ. അപ്പോൾ അതിന് കുമ്പളങ്ങ നന്നായിട്ട് അപ്പോൾ കുക്കറിലൊന്നും വിസിലടിക്കില്ല, ചട്ടിയിൽ തന്നെ ഇതാക്കുകയും ചെയ്യുന്നത്. അപ്പോൾ കുമ്പളങ്ങ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ മുളക് പൊടി ഇടണ്ടെന്നുള്ളവർക്ക് പച്ചമുളക് അരച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പച്ചമുളകല്ല യൂസ് ചെയ്യുന്നത്, മുളക് പൊടി കുറച്ചിടുക ചെയ്യുന്നത്. അത് നമ്മളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. അരച്ച് ചതച്ചിട്ടൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നന്നായി വേവിക്കാം. ഇപ്പോൾ അടുപ്പത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചു, വേവിച്ചു. അതിലേക്ക് മോര് നന്നായിട്ട് തൈര് ബീറ്റ് ചെയ്തിട്ട് ചേർക്കുക. സിമ്പിളാണ്, പെട്ടെന്നാവണം. നല്ലൊരു അടിപൊളി മോര് കറിയാണ്. അപ്പം നന്നായിട്ട് ഇളക്കിയതാക്കിയതിന് ശേഷം അതിലേക്ക് ഉലുവപ്പൊടി, ജീരകപ്പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് ചെറിയ തള വന്നാൽ മതി. തിളയ്ക്കേണ്ട, നന്നായിട്ട് ചെറുതായിട്ടൊന്ന് പതഞ്ഞ് വന്നതിന് ഓഫ് ചെയ്യാം. ചൂടായ തിളച്ച് കഴിഞ്ഞാൽ മോര് പിരിഞ്ഞ പോലെയാവും. അപ്പോൾ ചെറുതായിട്ട് പത വന്നതിന് ഓഫ് ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് വരുമ്പോൾ പിന്നെ നമ്മൾ കടുക്, മുളകും, കറിവേപ്പിലൊക്കെ വറവിട്ടിട്ട് അതിലേക്ക് ഒഴിക്കാം. ഇത്രയേ ഉള്ളൂ. പെട്ടെന്നാവണം മോര് കറിയാണ്. ഒരു 10-15 മിനിറ്റിനുള്ളിലാവണം മോര് കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. There's not much to do when all I can is thinking about you. Not doing well, don't know where you are, 'cause you're not here. It's been way too long. If I could lay down beside you, I would. അപ്പോൾ ഇത് അടുത്ത റെസിപ്പി. ഞാൻ അതിൽ മൊത്തം 3 റെസിപ്പീസാണ് കാണിക്കുന്നത്. ഇത് നമ്മളുടെ കൂന്തൽ റോസ്റ്റ്, സിമ്പിളായിട്ട് റോസ്റ്റ്. അപ്പോൾ അതിന് വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത് ഫസ്റ്റ് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചിടുക. എന്നിട്ട് അത് നന്നായിട്ട് കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റുക. ഇതിൻ്റെ ചീനച്ചട്ടിയുടെ മറ്റേ പിടിക്കുന്ന സൈഡിൽ അതൊന്ന് നാട്ടിൽ നിന്ന് കൊല്ലണ സമയത്ത് ലഗേജ് ഉള്ളിൽ പെട്ടിട്ട് ഇതായതാട്ടോ, അത് ഞാൻ പൊട്ടിയതാണ്. അപ്പോൾ അത് നന്നായി ഒന്ന് വാട്ടുക. അതിന് ശേഷം സവാള, ഇതിപ്പോൾ ഞാൻ 2 സവാള എടുത്തിരിക്കുന്നത്, മീഡിയം സൈസിലെ 2 സവാള നന്നായി വാട്ടുക. അപ്പോൾ സവാള നന്നായി വാടി വന്നതിലേക്ക് മുളക് പൊടി, നമ്മളെ എരിവിനനുസരിച്ച് മുളക് പൊടി എടുക്കുക. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, പിന്നെ കുരുമുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി. ഇപ്പോൾ ഇതിൽ ഞാൻ ഇട്ട മല്ലിപ്പൊടി വീട്ടിൽ തന്നെ നാട്ടിൽ നിന്ന് ഓടുന്ന മല്ലിപ്പൊടി. അപ്പോൾ നല്ല ഡാർക്ക് കളറാണ്. അത് കാരണം എൻ്റെ കറി കുറച്ച് ഡാർക്ക് കളർ ടൈപ്പ് ഉണ്ടാവും. നിങ്ങളുടെ മല്ലിപ്പൊടിക്ക് അനുസരിച്ച് ഇതിൽ വ്യത്യാസം വരും. നന്നായിട്ട് അതിൻ്റെ പച്ചമണം പോയതിന് ശേഷം അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു. ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചൊന്ന് ഇളക്കിയതിന് ശേഷം തക്കാളി ഇടുക. പിന്നെ നമ്മളെ കഴുകി വെച്ച കൂന്തൽ അതിലിടുക. നന്നായി ഇളക്കിയിട്ട് മൂടി വയ്ക്കാം. അത്രയേ ഉള്ളൂ. ഞാൻ കിടന്ന് വേവട്ടെ. കൂന്തലിന് കുറച്ച് വേവ് ഞാൻ വേവിക്കാറുണ്ട്. അപ്പോൾ നല്ല വേവിക്കരുത്, നല്ല വേവിച്ച റബ്ബർ പോലെയും. അത്യാവശ്യം വെള്ളം ഒഴിക്കേണ്ട, ഈ വെള്ളം മതി. പിന്നെ അതിന് നന്നായി വെള്ളം ഇറങ്ങി വന്നോളൂ. ഇനി അത് അടച്ചു വെച്ച് വേവിക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർക്കുക ഈ സമയത്ത്.
അത് ചെയ്തതിന് ശേഷം ഞാൻ നമ്മൾ ഇതിൻ്റെ ഇടയിലാണ് ഒരു പണി ചെയ്യുക. പിന്നെ ഞാൻ അവിടെയൊക്കെ ക്ലീൻ ചെയ്തു. അപ്പം ഞാൻ എൻ്റെ കട്ടിംഗ് ബോർഡൊക്കെ ഒന്ന് ജസ്റ്റ് എന്നും കഴുകില്ല, അത് എപ്പോഴും കഴുകി കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു നാശമാണ് പോലെ തോന്നുന്നുണ്ട്. അത് കാരണം ഞാൻ ചില ഇതാക്കുമ്പോൾ തുടച്ചെടുക്കുകയുള്ളൂ. അപ്പോൾ ക്ലീൻ ചെയ്തോടെ വൃത്തിയാക്കി. പിന്നെ അതിന് ശേഷം ചെറിയ ആളുണ്ടായിരുന്നു എൻ്റെ കൂടെ അടുക്കളയിൽ. പിന്നെ ഞാൻ റൂമൊന്ന് അടിച്ചു വരാൻ വന്നതാണ്. നമ്മളെത്ര അടിച്ചു അതിനിടയിലൊക്കെ അടിച്ചു വരി നമ്മളൊന്ന് കൂട്ടി വെച്ച് അതിൻ്റെ ഉള്ളിൽ നടുവിൽ പിന്നെ അത് വെച്ചിടും. അങ്ങനെയൊക്കെ അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യാൻ അടിച്ചു ഇവരും കുളിപ്പിച്ച് കഴിഞ്ഞാൽ ഒരുവിധ പണികളൊക്കെ കഴിഞ്ഞു. ചെറുതിപ്പോൾ എൻ്റെ പിന്നാലെ അടിച്ചു ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതിൻ്റെ ഇടയിൽ ഞാൻ വന്നിട്ട് ഒന്ന് വെന്ത് കഴിഞ്ഞാൽ പിന്നെ തോന്നിട്ട് വെച്ച് മതി. പിന്നെ ഇപ്പോൾ ചൂടായ കാരണം ഭയങ്കര ചൂടായ കാരണം ചിലപ്പോൾ ഈ ഉച്ച സമയത്ത് ചെറിയ സമയത്ത് മാത്രമേ ഈ നേരത്ത് കുളിക്കുള്ളൂ. വെള്ളം നിറച്ചിട്ടിട്ട് അല്ലെങ്കിൽ ഭയങ്കര തിളച്ച നല്ല ചൂടാണ്. പിന്നെ വൈകുന്നേരം വരെ കുളിക്കുന്നതൊക്കെ അതൊക്കെ പിന്നെ ഡിന്നർ ലഞ്ച് കഴിക്കാൻ പോവാണ്. ചോറും കൂന്തറോസ്റ്റും മോര് കറി. എല്ലാവരും നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും കൂന്തറോസ്റ്റും മോര് കറി കേട്ടോ. പിന്നെ രാത്രി നമ്മൾ ഇത് ഒരു സിമ്പിളായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു നൂഡിൽസിൻ്റെ റെസിപ്പിയാണ്. അത് മാഗി എന്ന് പറയാവുന്നത് നൂഡിൽസാണ്. ചിക്കൻ നൂഡിൽസ് ഉണ്ടാക്കണം. ഇവിടെ എല്ലാവർക്കും ചിക്കനൊക്കെ ഇട്ട് ഉണ്ടാക്കി കൊടുത്താൽ വലിയ താല്പര്യമുള്ളൂ. മറ്റേ വെജൊന്നും ഉണ്ടാക്കിയാലും വലിയ താല്പര്യമില്ല. ഇതിൽ ഞാൻ സോയാ സോസും ചേർക്കണില്ല. വെറുതെ നമ്മുടെ ഇത് മാത്രം ടൊമാറ്റോ കെച്ചപ്പ് മാത്രം ഒഴിച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നൂഡിൽസ് റെസിപ്പിയാണ്. കുട്ടികൾക്ക് ലഞ്ച് ബോക്സായിട്ട് കൊടുത്തയക്കാം. ഇപ്പം ഞാൻ വെറുതെ ബട്ടർ ഇട്ടിട്ട് അതിൽ കുറച്ച് ബോൺലെസ് പീസ് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ടിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്തു. അതിൻ്റെ ശേഷയിലേക്ക് ചില്ലി ഫ്ലേക്സ്, മുളക് പൊടി, കുരുമുളക് പൊടി ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് വേവിച്ച് ഒന്ന് റോസ്റ്റ് ചെയ്ത് അടച്ചു വെച്ച് വേവിക്കുകയാണ്. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അടച്ചു വെച്ച് വേവിക്കുമ്പോൾ തന്നെ ഓൾറെഡി ഇതൊന്ന് വെള്ളം വന്നോളും. പിന്നെ ഇത് പറഞ്ഞാൽ 10 മിനിറ്റ് വേവിച്ച് അടച്ചു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വേവണ സാധനമാണ്. അത് കാരണം പ്രശ്നമില്ല. ടൊമാറ്റോ കെച്ചപ്പും ചില്ലി പൗഡറൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. ഇത് സൂപ്പറാട്ടോ. ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം. സൂപ്പർ സാധനം. ഞാൻ ഇവിടെ ഇവർക്ക് ഓരോ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കും. നമ്മൾ ഓരോ ടൈപ്പായിട്ട് പരീക്ഷണം ചെയ്ത് നോക്കും. എന്നിട്ട് ഇതിക്കാലെന്നാണ് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റി ഉണ്ട്. സിമ്പിളാണ്, വലിയതല്ലേ. പിന്നെ പച്ചക്കറികളൊക്കെ ഒരു ഇതുണ്ടെങ്കിൽ ഒക്കെ ഇട്ടാൽ മതി, എല്ലാ വയറ്റിലെത്തിക്കോളും. ഇത് ഞാൻ നമ്മളെ ഹക്ക നൂഡിൽസ് വെച്ച് നാട്ടിലത്തെ ആണെങ്കിൽ ഹക്ക നൂഡിൽസ് വെച്ച് ഉണ്ടാക്കാം. ഞാനിതിപ്പോൾ ഇവിടുത്തെ സ്പെഗറ്റി അല്ലേ അത് വെച്ചിട്ടാണ് ഉണ്ടാക്കണത്. അതിന് ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ സവാള എന്നിട്ട് നമുക്കിതിക്ക് സവാള ഇട്ടിട്ട് അരിഞ്ഞത് ഇട്ടിട്ടൊന്ന് കുറച്ച് നേരം ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇതിലിപ്പോൾ കുറച്ച് ഓയിലിൻ്റെ കുറച്ച് കുറവുണ്ട്. ഇങ്ങനെ സവാള വാടാനുള്ള ഓയിലില്ല. അപ്പം ഞാൻ അതിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് കുറേ നേരം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് ചെയ്യാൻ. പിന്നെ ക്യാരറ്റ്, ക്യാപ്സിക്കം, ബ്രൊക്കോളി കുറച്ചുണ്ടായിരുന്നു ഇവിടെ. ബ്രൊക്കോളി പിന്നെ അതിട്ടിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ക്യാബേജ്, ക്യാപ്സിക്കം, ഇതാണ് ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന പച്ചക്കറികൾ. ഇതൊക്കെ ഒന്ന് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മതി. അപ്പോൾ ഒന്ന് പെട്ടെന്ന് കുക്കാവും. പിന്നെ കുട്ടികൾക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ നമുക്കാണെങ്കിൽ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇതാക്കിയാൽ മതി. പക്ഷെ കുട്ടികൾക്ക് കൊടുക്കണമെങ്കിൽ ഒന്ന് ജസ്റ്റ് അടച്ചു വെച്ചോളൂ.
ആ പച്ചക്കറികളുടെ ഒക്കെ ഒരു പച്ചച്ചോയ ഇതിൽ ഞാൻ കുരുമുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ. നമ്മൾ ആവശ്യത്തിനനുസരിച്ച് കുറച്ച് എരി കൂടുതലായിരുന്നു, നമ്മൾ ആവശ്യത്തിനനുസരിച്ച് കുരുമുളക് പൊടി ഇടുക. എൻ്റെ ചില്ലി ഫ്ലേക്സിന് കുറച്ച് എരിവുള്ളതാണ്, അപ്പോൾ കുരുമുളക് പൊടി ഇട്ട് കുറച്ചൊന്നും എരിവുണ്ടായിരുന്നു. നല്ല കുഴപ്പമില്ല, ജ്യൂസൊക്കെ ഉള്ള കാരണം അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു. പിന്നെ ഒന്ന് തുറന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൽ ടൊമാറ്റോ കെച്ചപ്പ് നമ്മൾ ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കുക. വിനീഗർ ഉണ്ടെങ്കിൽ കുറച്ച് വിനീഗർ ഒഴിച്ച് കൊടുത്തു കേട്ടോ, ഒരു പുളിക്ക് ചെറുതായിട്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് എടുക്കുക. ഞാനിപ്പോൾ ഈ കയ്യിൽ വെച്ചിട്ട് മാത്രം ഇളക്കുമ്പോൾ ശരിക്കാണ്ട് ഇതാവില്ല, അപ്പോൾ ഞാൻ 2 ഫോർക്ക് വെച്ചിട്ടൊന്ന് ഇളക്കി വെക്കുന്നുണ്ട്. 2 ഫോർക്ക് വെച്ച് ഇളക്കുമ്പോൾ ഒന്നും കൂടി നന്നായിട്ട് ഇതാവുക. പിന്നെ ഒറിഗാനോ ഉണ്ടെങ്കിൽ ഒറിഗാനോ പാസ്ലിയൊക്കെ ലീവ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കുക. അതിൻ്റെയൊക്കെ ഡ്രൈ ആയിട്ടുള്ള ഉണ്ടാവില്ല, അതിട്ട് കൊടുക്കുക. അപ്പം നമ്മൾ ചിക്കൻ നൂഡിൽസ് അടിപൊളിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ ബൈ, അപ്പം നെക്സ്റ്റ് വീഡിയോ ഇട്ട് കാണാം. There's not much to do when all I can is thinking about you. Not